ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ പോവുകയാണ്. കുറെ നാളെ വിചാരിക്കുന്നു ചോറ്റാനിക്കര അമ്പലത്തിൽ പോകണമെന്ന്. അപ്പോൾ ഈ പ്രാവശ്യം പോയത് ബസ്സിലാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ എറണാകുളത്തേക്കുള്ള ബസ് തീരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോസ്റ്റ് ആയിട്ട് ഞങ്ങൾ പോയത് ഞായറാഴ്ച, അതായത് ജനുവരി 4 പോയത്. കുഞ്ഞാരുടെ വെക്കേഷൻ നോക്കുന്ന യാത്രകളൊക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ബസ് വന്നിട്ട് അങ്ങനെ ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് സൈഡ് സീറ്റാണ് കിട്ടിയത്. അങ്ങനെ സൈഡ് സീറ്റിൽ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് സൂര്യനെ കുതിച്ചുവരുന്നുണ്ടായിരുന്നു. ഒരു 7 മണി 7:30 സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ. ബസ് യാത്രയുടെ റീൽസിൽ കാണാണെങ്കിലും ബസ് യാത്ര കുറവായിരുന്നു. അപ്പോൾ ഇന്നത്തെ യാത്ര ബസ്സിലാണ് കയറിയാണ് ബസ്സിൽ കയറിയത്. അങ്ങനെ നല്ല പാട്ടുകളൊക്കെ കേട്ട് റോഡിലെ കുഴികളൊക്കെ ചാടിയായിരുന്നു എറണാകുളം വരെ എത്തിയത്. എറണാകുളത്ത് എപ്പോൾ പോയാലും ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ ആര് പണിത്, ഇതൊക്കെ പണിത് ഞാൻ എത്ര കാശായിട്ടുണ്ടെന്നുള്ള ചിന്താഗതി ഉണ്ടാ എനിക്കുള്ളത്. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് വൈറ്റില ഹബ്ബ് എത്തിയതിട്ടാ. അങ്ങനെ വൈറ്റില ഹബ്ബിലേക്ക് വണ്ടി കടന്ന് വൈറ്റില ഹബ്ബിൽ ചോറ്റാനിക്കരക്കുള്ള ബസ് എവിടെ കിടക്കും എന്നുള്ളത് നമ്മ കയറിയ ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞതുകൊണ്ട് ബസ്സിനെ ഇറങ്ങേണ്ടി വന്നില്ല. ഒരു യൂറിനൊക്കെ പാസ് ചെയ്ത് പതുക്കെ ഞങ്ങൾ ബസ്സിൽ കയറി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് എടുത്ത്. ഞങ്ങളുടെ മുന്നിലുള്ള സീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ക്ലോസ് ആയി. ഇനി ആരെങ്കിലും വന്നിരുന്നോട്ടെ എന്ന് കരുതി ഞാനും കുഞ്ഞാറ്റയും ആ കുഷ്യൻ കുറച്ച് നേരം പുഷ് ബാക്ക് ചെയ്ത് പിടിച്ചിരുന്നിട്ടാ. ബട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച കൊണ്ട് തിരക്ക് കുറവായിരുന്നു ബസ്സിൽ. അങ്ങനെ ആ ബസ്സിലെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ പതുക്കെ ചോറ്റാനിക്കര എത്തിയിട്ടാ. ചോറ്റാനിക്കര ബസ് ഇറങ്ങുന്നത് അമ്പലത്തിന് തൊട്ടടുത്താണ് കേട്ടോ. കുറച്ചുകൂടെ കാണുള്ളൂ. ഇതാ കാണുന്നതാണ് അമ്പലം. റോഡിൽ ട്രാഫിക് നിയന്ത്രിക്കാൻ 2-3 പോലീസുകാരുണ്ടായിരുന്നു. വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ ദിവസമാണ്, ശബരിമല സീസണാണ്, ഞായറാഴ്ചയാണ്. അതുകൊണ്ട് അമ്പലത്തിന് നല്ല തിരക്കായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള വീഡിയോസും ഫോട്ടോസും നമ്മൾ അധികം എടുക്കണില്ല കേട്ടോ. വെടിവഴിപാടിൻ്റെ സൗണ്ടുകളെ കണ്ടിരിക്കാൻ എൻ്റെ കുട്ടിയെ ചെവി പറ്റി കിടക്കുന്നത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എന്നാലും തൃപ്പുറ അമ്പലത്തിൽ എന്നാലും വെടിവഴിപാടുള്ള ഏത് അമ്പലത്തിൽ എന്നാലും എൻ്റെ കുട്ടി ഇതേപോലെ ചെവി പറ്റി കിടക്കുള്ളൂ കേട്ടോ. ഈ കാണുന്ന അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കളിക്കൂ. ഈ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് രാത്രി വീട്ടിലെത്താൻ പറ്റില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ ക്യൂ നിന്നില്ല, അമ്പലത്തിന് പുറത്തുനിന്ന് തൊഴുതുള്ളൂ. അങ്ങനെ കീഴ്ക്കാവിലും ചുറ്റുള്ള പ്രതിഷ്ഠകളിലും തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നേരെ പോയത് ചായ കുടിക്കാനാണ്. അങ്ങനെ ചായക്കടയിൽ നിന്നൊരു ചായയും കുടിച്ചൊരു മസാല ദോശയും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിനേക്കാളും വലിയ തിരക്ക് റോട്ടിൽ. ഇത്രയും തിരക്കുള്ള റോഡിൻ്റെ സൈഡിൽ വലിയ വണ്ടികൾ പാർക്ക് ചെയ്തുകൊണ്ട് റോഡിലൂടെ വണ്ടികൾ നീങ്ങാത്തത് കൊണ്ട് പിന്നീട് അവിടെ രൂപപ്പെട്ടത് വണ്ടികളുടെ നീണ്ട നിരയാണ്. നിമിഷ നേരം കൊണ്ടാണ് ഇത്രയും വലിയ ബ്ലോക്ക് അവിടെ ഉണ്ടായത്. കുറച്ച് നേരത്തെ ശ്രമത്തിനോട് ബ്ലോക്കൊക്കെ മാറ്റി ഓരോ വണ്ടികളും കടന്നു വന്ന്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് ഉണ്ടായിരുന്നു അതിൽ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഹിൽ പാലസിലേക്ക് കേട്ടോ. ഇന്നത്തെ യാത്രയുടെ മറ്റൊരു പ്രത്യേകത കയറിയ ബസ്സിലൊക്കെ ഇരിക്കാൻ സീറ്റ് കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ ഒരു പാട്ടൊക്കെ കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് എത്തി. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയും മൊബൈൽ ഫോണിൽ വീഡിയോസും ഫോട്ടോസ് എടുക്കാനായിട്ട് 10 രൂപയും വേറെ കൊടുക്കണം കേട്ടോ. അങ്ങനെ ഓടി കുഞ്ഞാറ്റ ഹിൽ പാലസിലേക്ക്. നമ്മുടെ കൊച്ചി മഹാരാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയും ഭരണ കേന്ദ്രവുമാണ് 1865 54 ഏക്കറിൽ നിർമ്മിച്ച ഈ കൊട്ടാരം. പിന്നെ 1980 അത് കൊച്ചി രാജകുടുംബം കേരള സർക്കാരിന് കൈമാറിയിട്ടാ. പുരാവസ്തു വകുപ്പിൻ്റെ കയ്യിലായ ഈ കൊട്ടാരം 1986 മ്യൂസിയമാക്കി മാറ്റി. രാജഭരണകാലത്ത് ഒട്ടനവധി വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാ. ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് മൺചിത്രമാണ് ഉണ്ടാ. ഇവിടുത്തെ ഓരോ വഴികളും ഓരോ മുക്കും മൂലയും ഇപ്പോഴും നാഗവല്ലിയും ഒക്കെ നിറഞ്ഞു നിൽക്കണ്ട. ടൂറിസ്റ്റുകാർ ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് പേടി തോന്നിയില്ല. അധികം ആൾക്കാരില്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒരു പേടി വരും കേട്ടാ. ഇത് മൊത്തം ചുറ്റിക്കാണാൻ ഏകദേശം 5 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടാ. ഞങ്ങൾ അമ്പലത്തിലേക്ക് വരാൻ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹിൽ പാലസിൽ കയറാൻ പിന്നീടുള്ള തീരുമാനമായിരുന്നു. അങ്ങനെ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷൻ നടന്ന് അതിന് മുമ്പ് ഒരു ഊണൊക്കെ കഴിച്ചിട്ടാ. ഇവിടുന്ന് കുറച്ചുള്ളൂ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഒരു 10 മിനിറ്റ് കിടക്കാനുള്ളൂ. ആ 10 മിനിറ്റ് നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ തൃശ്ശൂർക്കുള്ള ട്രെയിനുകളൊക്കെ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ. അതൊരു ലോക്കൽ സ്റ്റേഷൻ ആയതുകൊണ്ടിരുന്നതാണ് ആ കാണുന്ന ട്രെയിൻ നിർത്താതെ പോയത്. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി നേരെ കയറിയത് മെട്രോയിലാണ്. 3-4 സ്റ്റോപ്പുകൾ വൈറ്റിലേക്ക് ഇട്ടാ. അങ്ങനെ മെട്രോയിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മുകളിൽ കയറിയിട്ടാ. കുഞ്ഞാറ്റയ്ക്ക് എപ്പോഴും എസ്കലേറ്റർ കണ്ടു കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാ. അങ്ങനെ കുഞ്ഞാറ്റ ആഗ്രഹപ്രകാരം എസ്കലേറ്ററിൽ കൂടെ തന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം കയറി. തൃപ്പൂണിത്തുറയിൽ നിന്ന് വൈറ്റിലേക്ക് 30 രൂപ ഉണ്ട്. അങ്ങനെ 60 രൂപ എടുത്തിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് പിന്നെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് ഇതേപോലെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച റൂം കണ്ടത്. അങ്ങനെ അവിടെ കയറി ഫോട്ടോസൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാനുള്ള മെട്രോ ട്രെയിൻ വന്നത്. അങ്ങനെ ഓടി മെട്രോ ട്രെയിനിൽ കയറിയിട്ടാ. കുഞ്ഞാറ്റയ്ക്ക് ട്രെയിൻ അല്ലെങ്കിൽ മെട്രോ ഇത് രണ്ട് ഭയങ്കര ഇഷ്ടമുണ്ടോ. അത് മുഖത്ത് ചിരി ഉണ്ടായാലും അറിയാലോ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം 3-4 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങാനുള്ള വൈറ്റിലെത്തി. വൈറ്റിൽ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ കേട്ടോ നമുക്ക് ഹബ്ബിലേക്ക്. അങ്ങനെ ഹബ്ബിലേക്ക് നടക്കുമ്പോഴേക്കും ഒരു 5 മണി 5:15 സമയം. ഹബ്ബിലെത്തി ബസ് അന്വേഷിപ്പിക്കും. ഞങ്ങൾക്ക് ഇപ്പോൾ കൊടുങ്ങല്ലൂർ വണ്ടി അവിടെ പുറപ്പെടാൻ വേണ്ടി നിൽക്കണ്ടായിരുന്നു. അങ്ങനെ അതിൽ കയറി സൈഡ് സീറ്റ് പിടിച്ച് വണ്ടി പുറപ്പെടാൻ കുഞ്ഞാറ്റ ഉറങ്ങിയിട്ടാ. പോരും എടപ്പള്ളിയിലെത്തിപ്പിക്കും ബ്ലോക്കിൽ പെട്ട്. അങ്ങനെ കുറേ സമയം അവിടെ പോയി. അങ്ങനെ റോഡിലെ കുഴികളൊക്കെ ചാടി ഒരുവിധം കൊടുങ്ങല്ലൂരെത്തിപ്പിക്കും ഒരു നേരെ. അപ്പോൾ കൊടുങ്ങല്ലൂരെത്തിയപ്പോൾ കൊടുങ്ങല്ലൂരും ബ്ലോക്കിൽ പെട്ട്. കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങി തൃശ്ശൂർക്കുള്ള ബസ് നോക്കിയപ്പോൾ കിട്ടിയത് കോണത്തുകുന്ന് വഴി പോണ ചാലക്കുടി ബസ്സിന്. അങ്ങനെ ആ ബസ്സിൽ കയറി കൊടക്കാപ്പറമ്പിൽ ഇറക്കി തരുമെന്ന് വെച്ചപ്പോൾ അവർ ഇറക്കി തന്നു. അങ്ങനെ ബസ് കയറിയ സ്ഥലത്ത് തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.